രേണു സുധിയുടെ ചേച്ചി വന്നിട്ട് രേണുയുടെ ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ്, അതായത് ബില്ലും ഡീറ്റെയിൽസും അടക്കം മരുന്നുകളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ അധികം ആളുകൾ രേണുവിന് ഈ രോഗമില്ല, ഇങ്ങനൊരു രോഗം ഉണ്ടോ എന്നൊക്കെ സംശയിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രേണു വന്നിട്ട് മരുന്നിൻ്റെ എത്ര എമൗണ്ട് എന്നുള്ള കണക്കും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തും പലർക്കും ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ടും അങ്ങനെയൊക്കെ ചിലർക്കൊക്കെ ഈ രോഗം ബാധിച്ച സിമിലർ കൈൻഡ് ഓഫ് ക്യാൻസർ രോഗം ബാധിച്ച ആളുകളായിട്ടുള്ള കോണ്ടാക്ട്സ് ഉള്ളത് കൊണ്ടൊക്കെ അങ്ങനെ കുറേ ഡൗട്ടുകൾ. അവർക്ക് ഇത്ര ചിലവായില്ലല്ലോ, ഇവർക്ക് എന്താ ഇത്ര ചിലവാകുന്നത്, സർക്കാർ സംവിധാനങ്ങളൊന്നും അപ്പോൾ ഇവിടെ എക്സിസ്റ്റിംഗ് അല്ലേ, അപ്പോൾ ഈ രോഗികളെ സഹായിക്കാനുള്ള സർക്കാർ സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഇങ്ങനെ എയറിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇവർക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തേ പറ്റൂ. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ വീഡിയോനകത്ത് ഒരു ബില്ല് കാണിക്കുന്നുണ്ട് അവർ. ആ ബില്ലും അതൊരു കോൺട്രവേഴ്സി ആയിട്ട് മാറി. ദാറ്റ് ഈസ് വെരി അൺഫോർച്ചുനേറ്റ്. അപ്പോൾ അതൊക്കെ കുറച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണത്. പ്ലസ് ഈ ബിഷപ്പിൻ്റെ ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ ബിഷപ്പിനെ ചട്ടവാറ് കൊണ്ട് അടി കിട്ടേണ്ട ഒരാളാണ് ബിഷപ്പ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അടിക്കണം എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയും, ഞാൻ ഇനിയും പറയും. ബിഷപ്പിരിക്കുന്ന ആ ഒരു ബിഷപ്പ് എന്ന് പറഞ്ഞ പൊസിഷൻ്റെ വാല്യൂ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള കൺസേണും ഇല്ല. ചെങ്ങായിക്ക് ക്യാമറ കണ്ടാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ അയാളോട് പോയിട്ട് കിച്ചുവിനെക്കുറിച്ചും രേണു സുധീനെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മൂപ്പര് നമ്പി റമുമായിട്ട് വായ തോന്നിയ കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞത് ഞാൻ ഒരിക്കലും മാറ്റി പറയില്ല, തിരിച്ചെടുക്കണമില്ല. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് യേശു കുരിശിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി ചാട്ടോറ് കൊണ്ട് 2 അടി കൊടുത്താലും വലിയ വിഷയമൊന്നുമില്ല. അത് കിട്ടേണ്ടത് വിചാരിച്ച് വാങ്ങി വെച്ച് ഉണ്ടായിരിക്കുക. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് രേണു സുധിയുടെ ചേച്ചി ഈ മരുന്നിൻ്റെ ഡീറ്റെയിൽസും രേണുവിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊന്നും നോക്കാം. അതിനുശേഷം ഞാൻ ആ ബില്ലിൻ്റെ, ഇപ്പോൾ രേണുവിൻ്റെ ചേച്ചി ബില്ല് കാണിച്ചപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് പൊത്തിപ്പിടിച്ചു, രേണുവിൻ്റെ പേര് പൊത്തിപ്പിടിച്ചു, അതിൽ ഡേറ്റ് പൊത്തിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കുറേ കോൺട്രവേഴ്സീസ് ആണുള്ളത്. അതും കൂടി എന്താണെന്ന് പറയാം. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിൻ്റെ പ്രൈസ് ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിനാണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഫെസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷൻ്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിൻ്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. ഈ ഒരു 2 ലക്ഷത്തി സംതിങ് രൂപയുടെ ഈ ഒരു മെഡിസിൻ, ഇത് വെറും ഫ്രീയായിട്ട്, ഞാൻ ഇപ്പോഴും അതാ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഒരു മെഡിസിൻ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതാണെങ്കിൽ ഇത് 5000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഞങ്ങൾക്കൊന്നാ കിട്ടുന്ന സ്ഥലം നിങ്ങൾ പറഞ്ഞു തരിക. അപ്പോൾ ഒന്നാമത് വിഷയം, ഈ ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് ഇങ്ങനെ വന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ വെരി അൺഫോർച്ചുനേറ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, പലരും പറയുന്നുണ്ട് രേണു വീഡിയോ ചെയ്തതിലൊരു ക്ലാരിറ്റി കുറവുണ്ട്. പല രോഗികളും ടെൻസ്ഡ് ആവുന്നുണ്ട്. അതായത് ഇങ്ങനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇത്ര ലക്ഷം രൂപ ചിലവായിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും, ഇത്ര പൈസ ചിലവാക്കാനില്ലെങ്കിൽ ഇങ്ങനെ രോഗം വന്നാൽ നമ്മൾ എന്ത് കാണിക്കും, അങ്ങനത്തെ ഒരു ക്ലാരിറ്റി കുറവ് രേണു പറഞ്ഞതിലുള്ളത് കൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലരും ഇതിനകത്ത് സംശയങ്ങൾ ചോദിച്ചതും ഫൈൻഡിങ്സ് കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. ഫോർ വാട്ട് എവർ റീസൺ, എനിക്ക് പറയാനുള്ളത് രേണുവിന് ചിലപ്പോൾ ഒരു പക്ഷേ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റാത്തൊരവസ്ഥ, അവരുടെ രോഗാവസ്ഥ കൂടി കൺസിഡർ ചെയ്യണം നമ്മൾ. അതുകൊണ്ടായിരിക്കാം നമ്മൾ തന്നെ വന്നിരുന്നത്. ഇപ്പം ഞാനൊരു ക്രിട്ടിക്കൽ അസുഖമുള്ള ഒരാളാണ്. എൻ്റെ സർവൈവലൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് വെൽ ആൻഡ് ഫിറ്റ് ആയതിനു ശേഷം എൻ്റെ സർവൈവൽ സ്റ്റോറി പറയുമ്പോൾ എനിക്കത് കംപ്ലീറ്റ്ലി പറയാൻ പറ്റും. ഞാൻ അതല്ലാതെ ഒരു ടെൻസ്ഡ് സിറ്റുവേഷൻ, സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഓഡിറ്റ് നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചും അല്ലെങ്കിൽ ഞാൻ കടന്നു പോകുന്ന സിറ്റുവേഷനെക്കുറിച്ചും വന്ന് പറയുമ്പോൾ അതിൽ ഭയങ്കര ക്ലാരിറ്റി കുറവ് ഉണ്ടാവാനുള്ള റീസൺ എൻ്റെ മൈൻഡ് ഓക്കെ ആയിരിക്കില്ല. മനസ്സിലായി? എനിക്കിന്ന് മനസ്സിലായതാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, രേണു സുധി ഇപ്പോൾ സർവൈവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ അവരുടെ മൈൻഡൊന്നും ഓക്കെ അല്ല. പിന്നെ അവരെ കൺട്രോൾ ചെയ്യാൻ വീട്ടുകാർക്കും ശേഷം പാടായിരിക്കും.
ഈ ഒരു അസുഖം വന്ന് നാളെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി, ഇനി തിരിച്ചു വന്നാൽ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരവസ്ഥ. ഓക്കെ, നിങ്ങൾക്ക് പല രീതിയിൽ ഇപ്പോൾ യൂട്യൂബ് വരുമാനമുണ്ടല്ലോ, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് പൈസ കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാം. പക്ഷേ ഈ രോഗത്തിന് ഈ കാശൊന്നും തികയില്ല. കോടീശ്വരന്മാരായ ആളുകളടക്കം ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുത്തുവാളെടുത്ത അവസ്ഥയൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം. ഓക്കെ, പിന്നെ അത്യാവശ്യം സമ്പാദിക്കുന്ന, നാട്ടുകാരുടെ കണ്ണിൽ അത്യാവശ്യം കാശ് ഫ്ലോ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് അവർക്കാണ് സൊസൈറ്റിയിൽ കൈ നീട്ടാൻ കുറച്ച് പ്രശ്നമുള്ളതും, പിന്നെ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിൽ, അതായത് സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടാൻ ലേശം പാടുള്ളതും. ഓക്കെ, അപ്പം അങ്ങനത്തെയൊക്കെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ചിലരുടെ കാര്യം പറഞ്ഞതാണ്. ഇപ്പോൾ രേണുവിൻ്റെ കേസിലേക്ക് വരുമ്പോൾ സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പൊളിറ്റീഷ്യൻസും ഇൻവോൾവ് ആയിട്ട് എമൗണ്ടുകൾ കുറപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദേ ഹാവ് ടു പേ, എന്താ പറയുക, ഒരു ഇത്ര എമൗണ്ട്, 1,00,000 രൂപ, 1,00,000 എന്നല്ല, ലക്ഷങ്ങൾ കൊടുക്കേണ്ട ഒരവസ്ഥ അവർക്കുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ രേണുവിൻ്റെ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ചികിത്സയുടെയൊക്കെ പൈസ രേണുവായിട്ട് കാണേണ്ട ഒരവസ്ഥ മുന്നിൽ നിൽക്കുന്നു. നാളുകളിൽ ജീവിതം എവിടെ എത്തും എന്നുള്ളതിൻ്റെ ഒരു ഗതികെട്ടൊരു തോട്ട്, അത് ആ രോഗാവസ്ഥയിലുള്ള ആൾക്കേ പറയാൻ പറ്റൂ. മനസ്സിലായോ? അയാൾ അപ്പോൾ ആ സാഹചര്യത്തിൽ വന്ന് എന്ത് പറഞ്ഞാലും ചെയ്താലും അത് ഇൻകംപ്ലീറ്റ് ആവും. അത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാണ് രേണുവിൻ്റെ സിറ്റുവേഷൻ എനിക്ക് തോന്നി. അതാണ് രേണു വന്ന് ഈ രോഗാവസ്ഥയെ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടായിരുന്നത്. പക്ഷെ ചേച്ചി വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു ബെറ്റർ ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരും ഈ ഒരു ബ്ലോഗേഴ്സിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവർക്കൊന്നും ഒരു ദ്രോഹം ചെയ്തില്ല. നിങ്ങളാരും എനിക്ക് ഒരു ഉപകാരവും ചെയ്യണ്ട, നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഞാൻ എങ്ങനെയും മരുന്നുമായിട്ട് ഞാൻ ജീവിച്ചു പോട്ടെ. അതിനകത്ത് ഓരോ ക്യാൻസർ പേഷ്യൻസ് വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ വോയിസ് റെക്കോർഡ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് അത്രേ ആയുള്ളൂ, അവക്കതായില്ല, എൻ്റെ ക്യാൻസറിന് ഇങ്ങനെയായിരുന്നു, എൻ്റെ ക്യാൻസറിന് കീമോ ചെയ്തപ്പം ഞങ്ങൾക്ക് ഇത്ര രൂപയായുള്ളൂ. അത് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ക്യാൻസർ എന്ന് പറയുന്നത് അത് പല ടൈപ്സ് ഉണ്ട്, പല സ്റ്റേജസ് ഉണ്ട്. രേണുവിൻ്റെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതിൽ HER2 പോസിറ്റീവാണ് കാണിക്കുന്നത്. അപ്പോൾ HER2 പോസിറ്റീവിന് അത് അതിതീവ്രമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസറാണ്. അത് അതിപ്രസരമുള്ള ഒരു ക്യാൻസറുമാണ്. അപ്പോൾ അതിൽ നമ്മൾ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടാർഗറ്റഡ് തെറാപ്പി. ആ ടാർഗറ്റഡ് തെറാപ്പിയിൽ ഉള്ള ഒരു ഇഞ്ചക്ഷനാണ് ഫെസ്കോ 600 mg. ഓക്കെ, അപ്പോൾ ഈ ഫെസ്കോ 600 mg എന്ന് പറഞ്ഞ ഈ ഒരു രേണു എടുക്കുന്ന, അല്ലെങ്കിൽ HER2 പോസിറ്റീവായിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള രോഗികൾ എടുക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ മെഡിസിൻ, ഇതിനാണ് നല്ല എമൗണ്ട് വരുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഫെസ്കോ 600 എന്ന് പറഞ്ഞ ഈ ഒരു ഇഞ്ചക്ഷൻ അത് ക്യാൻസർ സെല്ലുകളുടെ ഗ്രോത്തിനെ റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവർക്ക് കീമോ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ആൻറ്റിബോഡി എടുക്കുമ്പോൾ അതിനൊരു നല്ല എമൗണ്ട് വരുന്നുണ്ട്. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയൊരു കോൺട്രവേഴ്സി, ഈ ഒരു ബില്ല് രേണുവിൻ്റെ ചേച്ചി കൈ പിടിച്ച് ഇങ്ങനെ പുറത്ത് വെച്ചു. ഓക്കെ, കഴിഞ്ഞൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്തപ്പോൾ ഇതിലൊക്കെ എല്ലാവരുടെയും ഡൗട്ട് പോകണമെന്ന് അതിൻ്റെ മുകളിലേക്കാവും. അതിൻ്റെ എക്സാക്ട് കോപ്പി, ആ ബില്ലിൻ്റെ ഒരു എക്സാക്ട് കോപ്പി ഞാൻ രേണുവിൻ്റെ ചേച്ചിയോട് ചോദിച്ചപ്പോൾ അയച്ചു തന്നതാണ്. രേണുവിൻ്റെ ചേച്ചിയല്ല, വേറെ വ്യക്തിയാണ് അയച്ചു തന്നത്. ബിക്കോസ് രേണുവിൻ്റെ ചേച്ചിയായിട്ട് എനിക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ല. അപ്പോൾ ചേച്ചിയായിട്ട് ബന്ധപ്പെട്ടിട്ട് സെയിം ആ വീഡിയോയിൽ കാണിച്ച അതേ ബില്ലിൻ്റെ കോപ്പി അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ ബില്ല് നിങ്ങൾ നോക്കണം. ഇതിനകത്ത് അവർ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞ ഭാഗമൊക്കെ വളരെ ക്ലിയർ ആണല്ലോ. അവിടെയൊന്നും നിങ്ങൾക്ക് ഇനി പ്രശ്നമില്ലല്ലോ. ഇത് ഇൻറ്റൻഷനലി രേണുവിൻ്റെ ചേച്ചി കൈ പൊത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ പേഷ്യൻ്റെ നെയിം രേഷ്മ പി തങ്കച്ചൻ 34 year old എന്നുണ്ട്. ബിൽ നമ്പർ ഉണ്ട്. ഓക്കെ, ബിൽ നമ്പറിൽ 2026-27 2026-2027 എന്നുള്ളതിൻ്റെ ബിൽ നമ്പർ 120251 ബിൽ നമ്പർ ഉണ്ട്. ഡേറ്റ് 9/7/2026 എന്നുണ്ട്. ഇനി ഇതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എനിക്കും കുറേ പേര് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചൊരു ഭാഗമാണ് DL നമ്പർ 1. ഓക്കെ, അതായത് ബിൽ ഡേറ്റ് 9/7/2026 ആണ്. 9/7/2026 ആണെങ്കിൽ അതിന് മുകളിൽ 412/20/2001 DT 13/11/2001 അങ്ങനൊരു ഡേറ്റ്. അപ്പോൾ പലരും പറഞ്ഞത് ഇത് ഫേക്ക് ബിൽ, ഡേറ്റ് തിരുത്തിയിട്ടുള്ള ബില്ലാണ്
ഇവിടെ കാണിച്ചിട്ടുള്ള വേറൊരു പേഷ്യൻറ്റിൻ്റെ ബില്ലല്ലേ ഇത് കാണിച്ചിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനത്തെ ഒരു സാധനം. കാരണം മുകളിൽ DL നമ്പർ 1 DL നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളതിൽ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ആളുകൾക്ക് ആ ഒരു ഡേറ്റ് ഫോർമാറ്റിലാണ് ആ സാധനമുള്ള. ഇറ്റ്സ് എ ഡേറ്റ്, ഓക്കെ, അതൊരു ഡേറ്റ് ആണ്. പക്ഷെ അതെന്താ അറിയോ, അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ 2001 മേടിച്ച ഏതോ പേഷ്യൻറ്റിൻ്റെ മരുന്നിൻ്റെ ഡേറ്റ് ഒന്നും അല്ല അത് ഡ്രഗ് ലൈസൻസ് നമ്പർ എന്ന് പറയും. ഈ ഡ്രഗ് ലൈസൻസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെഡിക്കൽസിന് അല്ലെങ്കിൽ ആ ഫാർമസിക്ക് ആ ബില്ലിൻ്റെ മുകളിൽ അത് ഗവൺമെൻറ് നോംസ് പ്രകാരം കാണിച്ചേ പറ്റൂ. ബിക്കോസ് അവർക്ക് ഈ ഒരു പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ വിൽക്കാനുള്ള അവരുടെ ഡ്രഗ് ലൈസൻസ് നമ്പറാണത്. ഓക്കെ, ആ ഡ്രഗ് ലൈസൻസ് നമ്പർ ഈസ് ഡിഫറെൻറ്റ്. ഈ രേണുവിൻ്റെ ബില്ല് പൈസ അടച്ച നമ്പർ, അതായത് പൈസ അടച്ച് മേടിച്ചതിൻ്റെ ബിൽ ഡേറ്റ് ഒന്ന്, ഡ്രഗ് ലൈസൻസ് നമ്പർ വേറെ ഒന്ന്. ഡ്രഗ് ലൈസൻസ് നമ്പർ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. അപ്പോൾ ഡ്രഗ് ലൈസൻസ് നമ്പർ കണ്ടിട്ട് ഇവിടെ കുറേ പേര് ഡൗട്ട് അടിച്ചിട്ട് അല്ല ഇത് 2001 ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഏതോ ഒരു ക്യാൻസർ രോഗിയുടെ ബില്ലാണ് ഈ കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് അവിടെ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ അവിടെ ചേച്ചി ഇങ്ങനെ കൈ വെച്ച് അത് കാണിക്കാതിരുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോൺട്രവേഴ്സി. പിന്നെ ഡൗട്ട്ഫുള്ളായിട്ട് ഇവർക്ക് തോന്നാം, ഞാൻ തോന്നാതിരിക്കാൻ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുന്നില്ല, നിങ്ങളുടെ തോന്നൽ നിങ്ങൾക്ക് തോന്നാം, ഓക്കെ. കാരണം ഒന്നാ ബില്ല് ചുക്കി ചുളിഞ്ഞ പോലെയാണ്. എനിക്കറിയാവുന്ന ഇങ്ങനത്തെ എന്താ പറയുക ഒരു ക്രിട്ടിക്കൽ മെഡിക്കൽ കണ്ടീഷനുള്ളവരുടെയൊക്കെ ഡാറ്റകൾ വളരെ സേഫ് ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊരു ഫയൽ ചെയ്ത് വെക്കുക ചെയ്യാം. പ്രത്യേകിച്ച് ഈ ഒരു ഈ ബില്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം നാളുകളിൽ ഒരു ഇൻഷുറൻസ് ക്ലെയിം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ DL നമ്പർ കൊടുക്കാനുള്ള റീസണും കൂടി അതാ. ഡ്രഗ് ലൈസൻസ് നമ്പർ ഒരു ബില്ലിൽ വരാനുള്ള ഏറ്റവും വലിയ റീസൺ അതാ. ഡ്രഗ് ലൈസൻസ് നമ്പർ ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ബില്ലാണ് നമ്മളുടെ കയ്യിൽ, നമ്മൾ ഈ പറഞ്ഞ ഈ ലക്ഷങ്ങൾ കൊടുത്ത് മേടിച്ച ഒരു മെഡിസിൻ്റെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇൻഷുറൻസ് പോലും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ബില്ല് ഞാൻ പറഞ്ഞല്ലോ, ആ ചേച്ചി കാണിച്ച ബില്ല് ചുക്കി ചുളിഞ്ഞ ഒരു കീറലുള്ള ബില്ലാണ്. ആ ബില്ല് അങ്ങനെയല്ല സൂക്ഷിക്കേണ്ടത്. ആ ബില്ല് കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് സൂക്ഷിക്കണം, ഓക്കെ. അപ്പോൾ അത് കാണുന്ന വ്യക്തികൾക്ക് ഡൗട്ട് അടിക്കാനുള്ള വേറൊരു റീസണാണ് ഞാൻ പറയുന്നത്. ഇത് കാണുന്ന സമയത്ത് ഈ ചുക്കി ചുളിഞ്ഞ് കീറിയൊരു ബില്ല്, അപ്പോൾ 2001 സാധനം എവിടുന്നോ കിട്ടിയപ്പോൾ എടുത്ത് കൊണ്ടുവന്നതാണ്, ഏതോ ഫയലിൽ നിന്ന് കീറിക്കൊണ്ടുവന്ന ഇങ്ങനൊരു തോട്ടിലേക്ക് പോയി ആൾക്കാർ, ഓക്കെ. അത് പോവും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരും പിന്നെ ടോക്കൺ നമ്പറും ഇൻഹൗസ് ഡ്രഗ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള മുകളിൽ എഴുതിയ കാര്യങ്ങളൊക്കെ കുറച്ച് കറുപ്പ് കൂടുതലാണ്. ആ പ്രിൻ്ററിൽ കുറച്ചും കൂടി അത് കറുപ്പിച്ചിട്ടാണ്, അതായത് ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ബോൾഡ് ലെറ്ററിൽ ഭയങ്കര വിസിബിളായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പേര് വേറൊരാളതിൻ്റെ മുകളിൽ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറഞ്ഞ് തിരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊരു ഭയങ്കരമായിട്ടുള്ള ടോക്ക് ഇവിടെ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ആക്ച്വലി നിങ്ങൾക്ക് ഈ ബില്ലിന് കോപ്പി സാധനങ്ങളും കൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ഇതിൻ്റെ കോപ്പി വേറൊരു കോപ്പി കാണുമല്ലോ ഇത് ഇവർക്ക് കിട്ടിയ ഒറിജിനൽ കോപ്പി. ഇതല്ലാതെ ഇവരുടെ കയ്യിൽ, ഹോസ്പിറ്റലിൻ്റെ കയ്യിൽ ഡെഫിനറ്റ്ലി എന്തുണ്ടാവും, ഒരു കോപ്പി കാണും. ആ കോപ്പിയും കൂടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയം തീരും. ഒരിക്കലും വന്നിട്ട് രേണുവിൻ്റെ ചേച്ചി, അവർ നേഴ്സാണ്, അവർ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ബില്ല് തിരുത്തിയ മണ്ടത്തരം കാണിച്ചിട്ട് ഏറെ പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തിരുത്താൻ പറ്റൂല, മനസ്സിലായില്ല. ഇതൊക്കെ അവർക്ക് അത്രയും ഓക്കെ ആയതുകൊണ്ടായോ അവർ വന്ന് കാണിച്ചിട്ടുള്ളത്. പിന്നെ അത് മനഃപൂർവ്വം ഇൻറ്റൻഷനലി ഒരു സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് പേരും അല്ലെങ്കിൽ ആ ഡേറ്റും പൊത്തിപ്പിടിച്ചതും അല്ല. ഇൻറ്റൻഷനലി പൊത്തിപ്പിടിക്കുക എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമ്മൾ എത്രയോ വീഡിയോസിൽ എത്രയോ ആളുകൾ അവർക്ക് എന്തെങ്കിലും പുറത്ത് കാണിക്കാൻ പറ്റാത്തൊരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിരൽ വെച്ച് ആദ്യമേ പ്രിപ്പയർഡ് ആവും, മനസ്സിലായി. വീഡിയോനകത്ത് തന്നെ പ്രിപ്പയർഡ് ആവും. അല്ലെങ്കിൽ വീഡിയോ, ഇപ്പോൾ രേണുവിൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതല്ലേ, രേണുവിൻ്റെ വീഡിയോസ് അവരിടുമ്പോൾ തന്നെ അതിനൊരു എഡിറ്റ് ഉണ്ട്. ആ എഡിറ്റിനെങ്കിലും അവരത് ഈ കൈകൊണ്ട് പൊത്തിപ്പിടിക്കുന്നവരവിടെ എന്ത് കൊടുക്കും, ബ്ലർഡ് പോർഷൻ കൊടുക്കും എഡിറ്റ് ചെയ്യാൻ. ബ്ലഡ് ചെയ്ത് കളയും, അവർക്ക് അത് ഒരു പോർഷൻ കാണേണ്ടതിനെ ബ്ലർ ചെയ്ത് കളയും. ഇതൊന്നും അല്ല, രേണു ചേച്ചി ഇങ്ങനെ കയ്യിൽ പിടിച്ച് പൊക്കി പിടിച്ച് കാണിച്ച് ആ പോർഷനകത്ത് രേണുവിൻ്റെ പേരും ഈ ബിൽ നമ്പറും ഡേറ്റും ആയിപ്പോയി. അതാണ് ആളുകൾക്ക് മൊത്തത്തിൽ ആ ബില്ലിൻ്റെ ഒരു ലുക്ക്, ആ ചുക്കി ചുളുന്ന ലുക്കും മുകളിൽ കീറിയൊരു സാധനവും പിന്നെ ചേച്ചീൻ്റെ കൈ പിടിച്ചപ്പോൾ അതിനിടയിൽ പോയ ഡീറ്റെയിൽസും ശരിക്കും ഇങ്ങനെ ഫുൾ കംപ്ലീറ്റ്ലി പിടിച്ച് കാണിക്കായിരുന്നു. അല്ലെങ്കിൽ അതൊരു ഫോട്ടോ എടുത്തിട്ട് വീഡിയോൻ്റെ അറ്റത്ത് ഇപ്പം ഞാനൊക്കെ വെച്ച പോലെ ഇതേപോലെ സ്റ്റാമ്പ് ചെയ്ത് പിപ്പ് ചെയ്ത് വെക്കായിരുന്നു, എന്നാൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടിയിരുന്നു. എന്താണെങ്കിലും ഇതിൻ്റെ മുകളിലാണ് കോൺട്രവേഴ്സി നടന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് ഡ്രഗ് ലൈസൻസ് നമ്പറാണെന്ന് പറഞ്ഞു തന്നു. പിന്നെ കൃത്യമായിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ,
ഇനി രേണുവിൻ്റെ ചേച്ചിയുടെ ഒരു പോർഷനും കൂടി ഞാൻ വയ്ക്കാം. രേണുവിൻ്റെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതിൽ HER2 പോസിറ്റീവാണ് കാണിക്കുന്നത്. അപ്പോൾ HER2 പോസിറ്റീവിന് അത് അതിതീവ്രമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസറാണ്. അത് അതിപ്രസരമുള്ള ഒരു ക്യാൻസറുമാണ്. അപ്പോൾ അതിൽ നമ്മൾ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടാർഗറ്റഡ് തെറാപ്പി. ആ ടാർഗറ്റഡ് തെറാപ്പിയിൽ ഉള്ള ഒരു ഇഞ്ചക്ഷനാണ് ഫെസ്കോ 600 mg. ഈ ഒരു ഇഞ്ചക്ഷനാണ്. കാരണം ഇത് ഓരോ കീമോ ചെയ്യുമ്പോഴും കീമോയ്ക്ക് മുൻപായിട്ട് ഈ ഒരു ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് വാങ്ങുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിൻ്റെ പ്രൈസ്, ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിനാണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഫെസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷൻ്റെ കാര്യമാണ് രേണു പറഞ്ഞത്. 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിൻ്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇന്നും അവർ പറയുന്ന കേട്ടു ഈ ഇഞ്ചക്ഷൻ 5000 രൂപയ്ക്ക് കിട്ടുമെന്ന്. എവിടാണ് ഈ 5000 രൂപയ്ക്ക് ഇഞ്ചക്ഷൻ കിട്ടുമെന്ന് അതൊന്ന് അറിയിക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത് ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. ഈ ഒരു ഇഞ്ചക്ഷൻ 5000 രൂപയ്ക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. പിന്നെ അതിനകത്ത് ഓരോ ക്യാൻസർ പേഷ്യൻസ് വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ വോയിസ് റെക്കോർഡ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് അത്രേ ആയുള്ളൂ, അവക്കതായില്ല, എൻ്റെ ക്യാൻസറിന് ഇങ്ങനെയായിരുന്നു, എൻ്റെ ക്യാൻസറിന് കീമോ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇത്ര രൂപയായുള്ളൂ. അത് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ക്യാൻസർ എന്ന് പറയുന്നത് അത് പല ടൈപ്സ് ഉണ്ട്, പല സ്റ്റേജസ് ഉണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പല ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇവർ പറഞ്ഞ തന്നെയാണ്, രേണു ചേച്ചി പറഞ്ഞതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്. ഓരോ ക്യാൻസറും ഓരോ ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ സർവൈവൽ ഈസ് ഡിഫറെൻറ്റ്. ദർ മെഡിക്കേഷൻ ബേസിക്കലി സെയിം ആയിരിക്കും, ബട്ട് ദർ വിൽ ബി സം എന്താ പറയുക, കുറേ ഡിഫറൻസുകൾ കാണും ഇവിടെ. ഓരോ സ്റ്റേജിൽ ഓരോ ട്രീറ്റ്മെൻറ്റാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ പല ക്യാൻസർ രോഗികളും വന്ന് അവരുടെ ഒരു അവസ്ഥ പറയുമ്പോൾ, ഒന്നില്ലെങ്കിൽ അത് HER2 പോസിറ്റീവായ രേണുവിൻ്റെ സിമിലർ കൈൻഡ് ഓഫ് സെയിം ട്രീറ്റ്മെൻറ്റ് എടുത്ത ആളുകളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനൊന്നുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. അല്ലാത്ത പക്ഷം അത് കുറച്ച് കൺഫ്യൂസിങ് ആവും. എഗെയിൻ രേണു പറഞ്ഞതിനേക്കാൾ കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകും. അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു കുറച്ചധികം വോയിസുകൾ കേട്ടപ്പോൾ ഞാൻ തന്നെ ഇതെന്താ ഇങ്ങനെ, നമുക്ക് അങ്ങനെ തോന്നിപ്പോയി. കാരണം ഒന്നാമത്തെ വിഷയം, ഡോക്ടേഴ്സിനൊന്നും ഇതിൽ വന്ന് സംസാരിക്കാൻ പറ്റില്ല. രേണുവിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടർ ഇതിലൊന്നും സംസാരിക്കില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ രേണു കാണിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു രോഗം വന്നതിന് ശേഷം രേണു അവർ പുറത്ത് പോണതാണെങ്കിലും അതൊക്കെ സീനാണ്. ആക്ച്വലി ഡോക്ടേഴ്സ് അവരെ സൈഡിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ രോഗി, രേണു എന്ന് പറഞ്ഞ വ്യക്തി, അവരുടെ മൈൻഡ് അവരുടെ കൺട്രോളിലല്ല എന്നുള്ളത് എനിക്ക് വെരി വെൽ അത് ഉറപ്പാണ്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായ ഒരു കാര്യമാണ്. അവരെ വീട്ടുകാർക്കും കൺട്രോൾ ചെയ്യാൻ വശം പാടായിരിക്കും. ഓക്കെ, അവരൊരു നയത്തിലേ കൊണ്ടുപോകാൻ പറ്റൂ. ഇപ്പോൾ അത് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അവർ വന്ന് കാണിക്കുന്ന കാര്യങ്ങളോ പറയുന്ന കാര്യങ്ങളിലോ പ്രത്യേകിച്ച് അവർക്ക് ഒരു തരത്തിലും ഒരു എന്താ പറയുക, കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥയ്ക്ക് വേറെ പോടിയ മനുഷ്യൻ 32 കിലോ ആയിട്ടുണ്ട്. ജീവിതം ഇനി മുന്നോട്ട് കിട്ടുമോ ഇല്ല എന്നുള്ളതിന് ഉറപ്പില്ല. കിട്ടിയാൽ തന്നെ എത്ര കാലം എന്നുള്ളതും അറിയില്ല. ഇനി എന്ത് ചെയ്യുന്നുള്ളതിന് അവസ്ഥയില്ല. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു മനുഷ്യൻ പറയുന്ന കാര്യങ്ങളായിട്ട് നിങ്ങൾ കണ്ടാൽ മതി പലതും രേണുവിൻ്റെ. മനസ്സിലായോ? അപ്പോൾ ആ സെൻസിലെടുത്ത് വിട്ടാൽ മതി. അവരൊന്ന് സർവൈവ് ചെയ്ത് വരട്ടെ. അപ്പം ഇത് വന്നിരുന്ന് ഞാൻ വീണ്ടും പറയുന്നു, ഈ രോഗമുണ്ടോ ഇല്ലേ, രേണു രോഗം പറ്റിക്കുകയാണോ? ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു തമ്മിൽ കണ്ടിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തു രേണുവിനെതിരെ. എന്തിന്? ഇനി എന്ത് കാര്യത്തിന്? ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഗവൺമെൻറ് ഫെസിലിറ്റീസ് ഓക്കെ, ഒരുപാട് രോഗികളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് തന്നെ ചെയ്യുന്നുണ്ട്. പല പ്രൊജക്റ്റുകളുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലയെന്ന് ആരും പറയുന്നില്ല. സൗജന്യമായി ലഭിക്കുന്ന ക്യാൻസർ മെഡിസിൻസ് ഉണ്ട്, സൗജന്യമായി ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്ന ക്യാൻസർ രോഗികൾ ഇവിടെ ഉണ്ട്. പക്ഷെ രേണുവിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഈ സ്റ്റേജ് ഫൈൻഡ് ഔട്ട് ചെയ്തത് ഏർലി സ്റ്റേജിലല്ല,
തുടക്കത്തിലല്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് അവരൊരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ അവർക്ക് HER2 പോസിറ്റീവായിട്ട് ഈ ക്യാൻസർ സെൽസ് സ്പ്രെഡ് ആവുന്നുണ്ട് എന്നുള്ളൊരു സ്റ്റേജിലാണ് അവരിതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തു തുടങ്ങുന്നത്. സോ ആ ഒരു സാഹചര്യത്തിൽ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ മുന്നിൽ പോയി നിന്ന് അതിൻ്റെ ടൈം പ്രൊസീജിയർ ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ടൈം പ്രൊസീജിയറിലൂടെ പോകാൻ സമയമില്ലാത്തതൊരു റീസൺ ആയിരിക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ചില പൊളിറ്റീഷ്യൻസ് തന്നെ ഇടപെട്ടിട്ട് വലിയൊരു എമൗണ്ട് ഇവർക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദേ ഹാവ് ടു പേ എ ലോട്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതൊരു വലിയ എമൗണ്ടാണ്, അത് പേ ചെയ്തേ പറ്റും എന്നുള്ളൊരവസ്ഥ അവർക്കുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇൻസൈഡിലുണ്ട്. മേ ബി ചേച്ചി അത് പറഞ്ഞിട്ടില്ല ഈ വീഡിയോനകത്ത്, മേ ബി പറയുമോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. എല്ലാവർക്കും ഇപ്പം ഞാൻ പറയാം, ഗവൺമെൻറ് സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രങ്ങൾ പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചാരിറ്റി വീഡിയോ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നന്മവരങ്ങൾ പൊന്തി വരില്ല. ഇത്രയും രോഗികളും അല്ലെങ്കിൽ ഇത്രയും നിസ്സഹായാവസ്ഥയിൽ കിടക്കുന്ന, രോഗാവസ്ഥയിൽ കിടക്കുന്ന ആളുകളും അവരുടെ ബന്ധുക്കളും പുറത്ത് സ്കാനർ വെച്ച് കരഞ്ഞു വിളിച്ച് വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥകളുണ്ടാവില്ല. എന്തിന് ഈ റീസെൻ്റ്ലി SMA രോഗം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി എത്ര വീഡിയോസ് നമ്മൾ കണ്ടു. കേരളം ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ലോകത്തിലെ, എനിക്ക് തോന്നുന്നത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് SMA രോഗത്തിനും ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രോഗനിർണയത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരു ഫണ്ട് മാറ്റി വെച്ച്, ഇതിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ഫണ്ട് മാറ്റി വെച്ചൊരു പ്രൊജക്റ്റുകളൊക്കെ ഇറക്കുന്നത് ആദ്യമായിട്ടാണ്. എന്നിട്ട് പോലും ഈ സ്റ്റേറ്റിനകത്ത് ഇപ്പോഴും പിരിവും കാര്യങ്ങളും നടക്കേണ്ട ഒരു അവസ്ഥയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ എത്ര കാര്യങ്ങൾ അങ്ങനെ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള, രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്കീമുകൾ, ഇപ്പോൾ കാരുണ്യ പോലത്തെ ലോട്ടറികൾ വിൽക്കുന്നത് എന്തിനാ? ക്യാൻസർ രോഗികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൊജക്റ്റുകളിൽ വരുന്ന പൈസകൾ കൃത്യമായി എലിജിബിലിറ്റി ഉള്ള ആളുകളിലേക്ക്, ഈ എലിജിബിലിറ്റി ഇൻ ദ സെൻസ്, ഈ എലിജിബിലിറ്റി ഞാൻ പറയുമ്പോൾ അതൊരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കാം. പക്ഷെ ആ വെക്കുന്നതിലും ഒരു ക്യാൻസർ രോഗം വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര കാശുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പെടുപടി, കാരണം അത്രയും ചിലവാണ്. അല്ലെങ്കിൽ പിന്നെ ഹൈ എൻഡ്സ് മറ്റേ പൈസ ഉള്ള ആളുകളായിരിക്കണം, അത്രയും റിച്ച് ഓഫ് ദ റിച്ചസ്റ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ പോലും ഒന്ന് കാരണം അത്രയും ചിലവാണ്. അവർ പോലും ട്രീറ്റ്മെൻറ്റ് ഇവിടെ എടുക്കാതെ ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത് തിരിച്ചു വരുന്നത് കാണാം. അതങ്ങനെ കുറേ സ്പോർട്സ് പേഴ്സൺസിനെ, സിനിമ ഫെയിമിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പൊളിറ്റീഷ്യൻസിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഒരുപാട് പേരെ ഇതിനിടയിലൊക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും വേണ്ട, കഴിഞ്ഞ മുഖ്യമന്ത്രി മയോ ക്ലിനിക്കിൽ പോയിട്ടുണ്ട്, മയോ ക്ലിനിക്കിൽ ഇപ്പോഴും പോകുന്നുണ്ട്, പിണറായി വിജയൻ. അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അതിനും വലിയ ചിലവാണ്. അപ്പോൾ ഇതൊക്കെ ചിലവാണ് ബേസിക്കലി ഈ സാധനം. സർക്കാർ സംവിധാനങ്ങൾ എത്ര ഹെൽപ്പ് ചെയ്താലും ചിലവ് തന്നെയാണ്. പിന്നെ ഈ ഹെൽപ്പ് എത്ര പേരിലേക്ക് എങ്ങനെ എത്തുന്നു, ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് പോലും ആളുകൾക്കില്ല. ഓക്കെ, ഈ രോഗികൾക്ക് ഒരു അവയർനെസ് പോലും ഇല്ല. പലപ്പോഴും പലരും നടന്ന് പഠിച്ചതാണ്. ഒരു അസുഖം വന്ന് 10 സ്ഥലത്ത് പോയി അവരുടെ അവസ്ഥ കാരണം അവർ പഠിക്കുകയാണ്. ഓക്കെ, സർക്കാർ സംവിധാനങ്ങളിൽ ഇങ്ങനെ എന്നാൽ തന്നെ ഇത് കൊണ്ടുപോയിട്ട് ഈ ഇവരുടെ ഡോക്യുമെൻറ്റ്സും സാധനങ്ങളും കൊടുക്കുന്ന സമയത്ത്, ഒരു രോഗിയുടെ പേഷ്യൻ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്തൊക്കെ എത്ര സ്ഥലങ്ങളിൽ എത്ര ഉദ്യോഗസ്ഥർ ഇത് കറക്റ്റായിട്ട് ടേക്കപ്പ് ചെയ്ത് എലിജിബിലിറ്റി നോക്കി കൃത്യമായ സമയങ്ങളിൽ ഇവർക്ക് ഈ മരുന്നും സാധനങ്ങളും എത്തിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. കിട്ടുന്നവരുണ്ടാവും, പക്ഷെ അതൊക്കെ അത്രയും എഫേർട്ടും അതിൻ്റെ ബാക്കിൽ അവർക്ക് ഉണ്ടാവും. പക്ഷേ ഈ രേണുവിൻ്റെ കേസിൽ ഇവർക്ക് സമയമില്ല എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഓക്കെ, രേണുവിന് ബ്രസ്റ്റ് ക്യാൻസർ കൺഫേം ചെയ്തു, അതിൽ HER2 പോസിറ്റീവായി. അവർക്ക് ഈ രോഗാവസ്ഥയിൽ സമയം എന്ന് പറഞ്ഞൊരു കാര്യം കളയാനുണ്ടായിരുന്നില്ല. പിപ്പ് ലൈൻ ഇട്ടു, ടാർഗറ്റഡ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അപ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് എഫോർഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പറ്റുമായിരിക്കും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവർ ഇപ്പോഴും അവർ പറയുന്നു അവർക്ക് വേറെ ആരുടെയും അങ്ങനത്തെ വലിയ ആവശ്യങ്ങളില്ല, വരുന്നവർ വന്ന് സഹായിക്കട്ടെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ ആ എമൗണ്ട് റെഡിയായി. കാരണം എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, എത്രയും പെട്ടെന്ന് സർവൈവൽ സ്റ്റേജിലേക്ക് കയറുക, എത്രയും പെട്ടെന്ന് സർവൈവ് ചെയ്യുക, ലൈഫിൽ തിരിച്ചു വരിക. ഈ ഒരു സാധനത്തിലേക്കാണ് രേണുവിൻ്റെ ഫാമിലിയും പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനിയും വന്നിരുന്ന് ഞാൻ എഗെയിൻ ആൻഡ് എഗെയിൻ പറയുന്നു, രേണു സുധിക്ക് രോഗമുണ്ടോ, രേണു സുധിയുടെ രോഗം ഫേക്കല്ലേ എന്നൊക്കെ ചോദിക്കുന്നവർ പറയണ്ട അതെന്താ പറയുക, അത് പറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും സിമിലർ രേണുവിൻ്റെ സിറ്റുവേഷൻ അതിലൂടെ കടന്നുപോയൊരു വ്യക്തി അവരൊരു വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഹായ് കൂട്ടുകാരെ, ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഇപ്പം രേണു സുധിയുടെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടല്ലോ. നമുക്ക്
2 ലക്ഷം രൂപ പുറത്ത് മരുന്നിനാകും എന്നുള്ളത്. അത് എന്നെ സംബന്ധിച്ച് അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാര്യം ഞാൻ RCCയിലാണ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. പക്ഷേ നമ്മൾക്ക് ആ പെട്രോസുമാബ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ പുറത്തുനിന്നാണ് എടുക്കുന്നത്. അതിന് ഫുൾ ഡോസിന് 4 ലക്ഷത്തിൽ പുറത്ത് റേറ്റ് ഉണ്ട്. കൂടാതെ നമ്മൾ പിന്നെ എടുക്കുന്നത് സെക്കൻഡ് ഡോസായിട്ട് എടുക്കുന്നത് 420 മില്ലിയാണ്. അതിന് തന്നെ 2 ലക്ഷം രൂപ പുറത്തുണ്ട്. പിന്നെ അത് ഇന്ത്യയിലും അതിൻ്റെ ഇത് നമ്മൾക്ക് കിട്ടും. അതാണെങ്കിൽ 60,000 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. 57,000 സംതിങ് ആവുന്നുണ്ട്. പക്ഷേ അത് 420 മില്ലി മാത്രമേ ഉള്ളൂ. 2 ഡോസിന് അതിൻ്റെ ഇരട്ടിയാകും, 1,20,000 രൂപയാകും. പക്ഷേ അതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 18 എണ്ണം ഉള്ളതിനകത്ത് 9 എണ്ണം അവർ പൈസ കൊടുത്തിട്ടും 9 എണ്ണം ഫ്രീ ആയിട്ടും കിട്ടും. ഇത് കറക്റ്റ് RCCയിൽ നമുക്ക് കിട്ടത്തില്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അവരിപ്പോൾ രേണുവിനെ പോലെ ഈ ഒരു അസുഖം HER2 പോസിറ്റീവായിട്ട് സർവൈവൽ സ്റ്റേജിലിരിക്കുന്നൊരു വ്യക്തിയാണ്. അവരാണിപ്പോൾ വന്നിരുന്നിട്ട് എന്ത് ചെയ്തത്, ഈ കാര്യങ്ങൾ അവർക്ക് പറയണം തോന്നി അവർ പറഞ്ഞു. ഓക്കെ, ഇതുപോലെ സിമിലർ സ്റ്റേജിലൂടെ പോകുന്ന ആളുകൾ അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി എല്ലാവരിലേക്കും എത്തും, കണക്റ്റ് ആവും എന്നുള്ളത്. ഞാൻ കമൻറ്റ് ബോക്സിനകത്താണെന്നുണ്ടെങ്കിലും സിമിലർ സ്റ്റേജ് സർവൈവ് ചെയ്ത ആളുകൾ വന്നിട്ട് ഈ എമൗണ്ട് ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഇതെന്താ പറയുക, ഇത് ചില ആളുകൾ ഭയങ്കര ടാർഗറ്റഡ് ആണ്. രേണുവിനെ മാത്രം നോക്കി പിടിച്ചടിച്ച് ഈ സ്റ്റേജിൽ വേണമെന്ന് ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ വേണോ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം. ഞാനും വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളും വീഡിയോസ് ചെയ്ത്, നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സ്റ്റേജിൽ അവർ വന്ന് പറയുന്ന കാര്യങ്ങൾ കീറി മുറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, രേണു വന്ന് പറഞ്ഞ കാര്യങ്ങൾ കീറി മുറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർ മെൻ്റലി ബാലൻസ്ഡ് അല്ല. അങ്ങനത്തെ സാഹചര്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക്, രോഗാവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു കൺസിഡറേഷൻ നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ബിഷപ്പിനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സർവൈവൽ സ്റ്റേജിലൊന്നുമല്ല. അല്ലെങ്കിൽ ഞാനോ ബിഷപ്പോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഹാവിങ് എ വെരി നോർമൽ ലൈഫ്. കോമൺ സെൻസ് ഉണ്ട്, ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ട്, അത്യാവശ്യം സോഷ്യൽ മീഡിയ എന്താണെന്നറിയാം, എല്ലാം അറിയാം. ഈ സമയത്ത് രേണുവിനെ സപ്പോർട്ട് ചെയ്യാം, വേണ്ടാന്ന് പറയുന്നില്ല, ഇയാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇയാളുടെ സപ്പോർട്ട് രേണുവിന് ഒരു ഭയങ്കര നെഗറ്റീവായി കഴിഞ്ഞാൽ മിണ്ടാതിരുന്നൂടെ ഒരു മനുഷ്യന്. അത് ഇയാൾ ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും രൂക്ഷമായിട്ട് ഇയാളെ വിമർശിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം. ഓക്കെ, കാരണം നമ്മൾ ആരേക്കാൾ കൂടുതൽ സൊസൈറ്റിയിൽ ബിഷപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥാനത്തിരിക്കുന്നൊരു വ്യക്തി, അമ്മയും മകളും തമ്മിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് രമ്യതയിൽ പറഞ്ഞു തീർത്ത് ഒത്തുതീർപ്പാക്കി അവരെ ഒരു കുടുംബം പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കേണ്ട ഒരു വ്യക്തി വന്നിരുന്ന് അമ്മയുടെ ഭാഗത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മകനെ കടന്നാക്രമിക്കുകയാണ്, ഭീഷണിപ്പെടുത്തിയിട്ട്. അയാളെ ഞാൻ പറഞ്ഞു, യേശു കുരിശിൻ്റെ മുകളിൽ താഴെ ഇറങ്ങി ചിലപ്പോൾ ചാട്ടോറുകൊണ്ട് അടിക്കും, ചപ്പടിച്ച് പൊട്ടിക്കുന്നുള്ളൂ. യേശു ചെയ്തിട്ടുണ്ടാവൂടെ? ഇങ്ങനത്തെയൊക്കെ ആളുകൾ ഇനി ബിഷപ്പാണെങ്കിലും പള്ളിയിലച്ഛനാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഇവർ വിശ്വസിക്കുന്ന ഇവരുടെ ദൈവം, ഓക്കെ, ഞാൻ വിശ്വാസിയൊന്നുമല്ല, ഞാനൊരു ഹിന്ദു മതവിശ്വാസിയല്ല, ക്രിസ്ത്യൻ മതവിശ്വാസിയല്ല, മുസ്ലിം മതവിശ്വാസിയല്ല. ഈ വിശ്വാസികളുടെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവത്തിന് ഒരു ദൈവത്തിൻ്റെതായി, ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് എന്താ, വൈദികന്മാരെ പറയുന്നത് എന്താ, ദൈവതുല്യർ അല്ലേ, ദൈവത്തിനെ നോർമൽ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യിക്കുന്ന ആൾ, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനത്തെ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, രമ്യതയിലെല്ലാം പറഞ്ഞു തീർക്കേണ്ട ആളുകൾ തന്നെ തമ്മിൽ തല്ലിക്കാനും ഭീഷണിപ്പെടുത്താനും വേണ്ടി ഒരുമാതിരി കൊട്ടേഷൻ എടുത്ത് ഇറങ്ങിയ പോലെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പടച്ചവൻ വന്ന് ചീത്ത അറിയില്ലേ, അല്ലെങ്കിൽ തച്ചിട്ട് പോകില്ലേ, 2 കൊടുക്കില്ലേ? അത്രേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. അതിന് ഇയാൾ ഇത്രത്തോളം പിന്നെയും മറ്റേ ഇതായിട്ടുണ്ട്, അന്യനായി വന്നിട്ടുണ്ട്. ആ വോയിസ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഞാനത് കണ്ടു. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ചാട്ടവാർ ഉപയോഗിച്ച് എന്നെ അടിക്കണം, യേശു കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാല് ചാട്ടവാർ ഉപയോഗിച്ച് എന്നെ അടിക്കണം എന്നാണ് ഈ സായി എന്ന് പറയുന്ന വ്ളോഗർ അല്ലെങ്കിൽ യൂട്യൂബർ, ഈ ബിഗ് ബോസ് സെലിബ്രിറ്റി ആയിട്ട് നടക്കുന്ന ഈ ബഹുമാന്യനായിട്ടുള്ള യൂട്യൂബർ പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോട് പ്രതികരിക്കാനായിട്ടൊന്നുമില്ല. അദ്ദേഹത്തോട് എനിക്ക് പറയാനായിട്ടുള്ളൊരു മറുപടി, 2 കുടുംബങ്ങളെ തമ്മിൽ അടുപ്പിക്കുവാൻ ശ്രമിച്ചു എന്നാണ് ഇയാൾ പറയുന്ന വേർഷൻ. എന്നാൽ എനിക്ക് അയാളോട് പറയാനായിട്ടുള്ളൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 കുടുംബങ്ങളെ അടുപ്പിക്കുവാൻ ഞാനല്ല ശ്രമിച്ചത്. ഇന്റർവ്യൂ ചെയ്യുവാൻ വന്ന ആങ്കർ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ നൽകുകയാണ് ചെയ്തത്. അതിനകത്ത് രേണു സുധിയെ പറ്റിയും രാഹുൽ ദാസ് എന്ന കിച്ചുവിനെ പറ്റിയുമുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് പറയേണ്ട ചില കാര്യങ്ങൾ, എന്നെ ബാധിക്കപ്പെട്ട ചില കാര്യങ്ങൾക്ക് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല ബിഷപ്പേ, നിങ്ങളെ ബാധിച്ച കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് സമയം ഉണ്ടായിരുന്നില്ലേ? ആ ബിഷപ്പിനോട് ഞാൻ ചുമ്മാ ഒരു ക്യൂരിയോസിറ്റി ചോദിക്കുക.
ഈ ചാനലിൽ നിന്ന് വന്ന സമയത്ത് അന്ന് ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു 10 ദിവസം മുമ്പോ ആണോ നിങ്ങൾ ഈ ബാധിക്കപ്പെട്ട കാര്യം ഉണ്ടായത്? അല്ലല്ലോ, എൻ്റെ അറിവിലല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ബാധിക്കപ്പെട്ട ആ സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല? അല്ലെ എന്തുകൊണ്ട് ഇത് പൊതുജനങ്ങളെ നിങ്ങൾ അറിയിച്ചില്ല? അന്നും നിങ്ങളെ ഇൻ്റർവ്യൂസ് ഉണ്ടായിട്ടുണ്ടല്ലോ. എന്തിന് രേണുസുതി ബിഗ് ബോസ് പോയപ്പോഴടക്കം നാടകക്കാരി ആട്ടക്കാരി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സമയത്ത് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുകൂടായിരുന്നു? അവള് മാത്രമല്ല അവളുടെ മകനും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ. അപ്പം പൊന്നു ബിഷപ്പേ, ഞാൻ എഗെയിൻ പറയുന്നു, നിങ്ങളുടെ വിഷയം ഇതൊന്നുമല്ല. ഓക്കെ, നിങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂവിന് ആരെങ്കിലും വന്നാൽ, ക്യാമറയുടെ മുന്നിൽ വന്നാൽ, അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു യൂട്യൂബർ വിളിച്ചൊരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളെ കൺട്രോൾ പോവും. നിങ്ങൾ ബിഷപ്പ് എന്നുള്ളതൊക്കെ മറന്നിട്ട് എന്തെങ്കിലും ഒരു വയർ ലൈറ്റ് എടുത്തിടണമല്ലോ, അങ്ങോട്ട് മറ്റേ വെളിച്ചപ്പാട് വാളും കൊണ്ട് തുള്ളണ പോലെ ചാടി ഇങ്ങോട്ട് ഇറങ്ങും. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് മാറും, നിങ്ങളെ ടോണ്, സംസാരത്തിൻ്റെ ടോണ് മാറും. ബിഷപ്പ് എന്നുള്ളതേ നിങ്ങൾ മറന്നു പോകും. നിങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ അന്യനാ, അല്ലാത്തപ്പോൾ അമ്പീറമ്മോ ഒരു സൈഡിൽ. അപ്പം എന്താണെങ്കിലും ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇത് അമ്മയും മകനും തമ്മിലുള്ള അടി തീർക്കുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയോ അല്ലെങ്കിൽ നിങ്ങളുടെ കടമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടമയായിരിക്കാം. കാരണം നിങ്ങളൊരു ബിഷപ്പാണ്, ഈ ഫാമിലി അറിയുന്ന ഒരാളാണ്. അമ്മയും മക്കൾ തമ്മിലുള്ള പ്രശ്നം അതൊരു ബിഷപ്പിൻ്റെ കടമ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വൈദികൻ്റെ കടമയാണ്. അങ്ങനെ ഒരു വിഷയം വീട്ടിലുണ്ടെങ്കിൽ തീർക്കുക എന്നുള്ളത്. കാരണം അവർ വിശ്വാസികളാണ്, നിങ്ങൾ ആ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഇത് എഗെയിൻ നിങ്ങൾ എന്താ പറയുക, ഞാൻ അനുഭവിച്ചു. യേശു എന്തിനാണ് പഠിപ്പിച്ചിട്ടുള്ളത്? യേശുവിൻ്റെ കുഞ്ഞാടുകളായിട്ട് ജീവിക്കുന്നവർ എങ്ങനെ ജീവിക്കണം? സഹനം അല്ലേ? സഹിക്കണ്ടേ അച്ചോ? യേശു എത്ര ചാട്ടവാറടി സഹിച്ചിട്ടുണ്ട്, എത്ര കല്ലേറ് സഹിച്ചിട്ടുണ്ട് ഇല്ലേ? കുരിശിലേറ്റാൻ കൊണ്ടുപോകുന്ന വഴിക്ക് യേശുവിന് അടിയോടടി കിട്ടായിരുന്നില്ലേ? കല്ലേറ് കിട്ടായിരുന്നില്ലേ? യേശു സഹിച്ചില്ല അച്ചു. യേശുവിൻ്റെ പാതയിലുള്ള ആൾ സഹിക്കണ്ടേ? ഞാനിപ്പോൾ എന്താ പറയുക, യേശു ഒന്ന് ചാട്ടവാറാണ്, ഒരടി കിട്ടുകയാണെങ്കിൽ അത് യേശുവിൻ്റെ നിന്നാണ് കിട്ടുന്നതെന്ന് വിചാരിച്ച് സഹിച്ചുകൂടെ അച്ചോ? അതിനെന്താ പ്രശ്നം? അപ്പോൾ അതൊന്നും മൂപ്പർക്ക് പറ്റില്ല. മൂപ്പർക്ക് അപ്പം റോക്കി വായ ആവണം, മൂപ്പരപ്പോൾ വയലൻസാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എഗെയിൻ പറയുന്നു, ബിഷപ്പ് എന്ന് പറഞ്ഞിരുന്നു കൊണ്ട് നിങ്ങൾ ഞാൻ പഠിച്ചത് പ്രസൻറ്റേഷനിൽ അതിൻ്റെ ഏർലി സ്റ്റേജസ് സ്കൂളിങ്ങൊക്കെ തുടങ്ങിയത് ഞാൻ പ്രസൻറ്റേഷൻ സ്കൂളിൽ. ഇഷ്ടംപോലെ അച്ഛന്മാരും സിസ്റ്റർമാരൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അവരൊക്കെ എങ്ങനെ എന്താണെന്നുള്ളതൊക്കെ ഞാൻ കണ്ടു വളർന്ന ഒരാളാണ്. എൻ്റെ വളർച്ചയുടെ സ്റ്റേജിലേ ഞാൻ കണ്ടു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് അവരെങ്ങനെയാണ്, അവരെത്ര ജമ്മാണ് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊരു ജാമായി പോയത്. ശക്തമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇയാള് പറയുന്നത് ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല, സൗമ്യനായിട്ടിരിക്കണം. അയാളുടെ അഭിപ്രായം അയാൾ പറഞ്ഞെങ്കിൽ, എന്നെ ചാട്ടവാറ് കൊണ്ട് അടിക്കണമെന്ന് അയാൾ പറഞ്ഞെങ്കിൽ എന്റെ അഭിപ്രായം എനിക്ക് പറയുന്നതിന് എന്താ കുഴപ്പം? ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ആർക്കും ആരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഞാൻ ബിഷപ്പാണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കാൻ അയാൾ എന്റെ അടുത്തേക്ക് വരാൻ പറ, ഞാൻ തെളിയിക്കാം. അയാൾ ആരാ? ഒരു മത പുരോഹിതനായിട്ടിരിക്കുന്ന മതസ്ഥാപനത്തിന്റെ സ്ഥാപനത്തിന്റെ ബിഷപ്പായിട്ടിരിക്കുന്ന എന്റെ സ്ഥാനത്തെ പറ്റി ചോദ്യം ചെയ്യാൻ സായി എന്ന് പറയുന്ന ബ്ലോഗർ ആരാണ്? ഞാൻ താൻ പറഞ്ഞ പോലെ ഒരു ഇന്ത്യൻ പൗരൻ, ഞാനൊരു ഇന്ത്യൻ പൗരൻ. ചോദ്യങ്ങൾ ചോദിക്കാം, മനസ്സിലായി? ഞാൻ ആ ചോദ്യം ചോദിച്ചു. മതത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്ന മതപുരോഹിതൻ, ഒരു മതപുരോഹിതൻ ആ മതപുരോഹിതൻ നടക്കുന്ന പോലെ മര്യാദയ്ക്ക് എന്താ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് രമ്യതയോടുകൂടി കാര്യങ്ങൾ തീർത്ത് നടക്കണം. അല്ലാതെ മറ്റേ KGF സിനിമയിലെ റോക്കി ബായിനെ പോലെ ബൂ എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റൂ? ഇതെന്തെന്നാ ഇത്? വയ്യ ഇയാൾക്ക്, ടെമ്പറൊക്കെ പോകണ്ടല്ലോ ഇയാളെ ഇന്ന്. അച്ഛന് അറിയുന്നില്ല. അതെന്താ പറയുക, ഇതിനി ഞാൻ പല സ്ഥലത്ത് നോക്കുന്ന സമയത്ത് കമൻറ്റിലൊക്കെ ഇതൊരുമാതിരി മതപരമായിട്ട് തിരിച്ചു വിടാനുള്ള ഒരു സ്കീം ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ആനമയിലൊട്ടാകാം വേറെ കേസ്. കാരണം എനിക്കിനി ഇതിപ്പോൾ കാസക്കാരൊക്കെ ഇനി എത്രയോ വട്ടം എടുത്തിട്ട് പേജിലിട്ട് അലക്കിയതാണ്. അതുകൊണ്ട് എനിക്ക് കാസിയും പ്രശ്നമില്ല, സുഡാപ്പിയും പ്രശ്നമില്ല, സംഗിയും പ്രശ്നമില്ല. അതുകൊണ്ട് ആ പരിപ്പൊന്ന് ഇവിടെ ഇട്ട് വാട്ടാന്നുള്ളത് വിചാരിക്കണ്ട. ആ രീതിക്ക് സാധനങ്ങൾ വളച്ചു വിടാനും നോക്കണ്ട. ഞാൻ പറഞ്ഞതിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. ഒരു ബിഷപ്പായി ഇരുന്നുകൊണ്ട് ഞാൻ ബിഷപ്പാണോ താൻ എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. എനിക്ക് താൻ എങ്ങനെ ബിഷപ്പായിരുന്നു, അല്ലെങ്കിൽ തനിക്ക് ബിഷപ്പായി കിട്ടിയതിൻ്റെ പേപ്പർ കാണാനോ, അല്ലെങ്കിൽ തൻ്റെ സഭ തന്നെ ബിഷപ്പായി തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല.
ഞാൻ ആ ബിഷപ്പാണെന്ന് ചോദിച്ചാൽ എന്താ, ഒരു കുടുംബ പ്രശ്നം അത് തീർക്കേണ്ട ഒരു വ്യക്തി, വിശ്വാസി ആയിട്ടുള്ള ഒരു 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 കൂട്ടം ആളുകൾ, അവരുടെ ഇടയിൽ ഒരു കുടുംബ പ്രശ്നം നടക്കുന്നു, അമ്മയും മകനും തമ്മിലൊരു പ്രശ്നം നടക്കുന്നു. നിങ്ങളൊരു നല്ല കാര്യം ആ വീടിന് വേണ്ടി ചെയ്തു കൊടുത്ത ഒരാൾ, നിങ്ങളെ വാക്കിനൊരു വില ഉണ്ടാവില്ലേ? നിങ്ങളെ വാക്കിനൊരു വില ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കയ്യിലിരിപ്പോണ്ടായിരിക്കും ബിഷപ്പേ. സാധാരണ രീതിയിൽ ഞാൻ പറയാം, ഇപ്പം ഞാൻ ഒരു 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 അത്യാവശ്യം ഒരാളെ സഹായിച്ച ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ സഹായിച്ച ഒരു വ്യക്തിയാണ്. ആ കുടുംബത്തിലുള്ളവരെപ്പോഴും എന്ത് ചെയ്യും, നമ്മളെ വാക്കിനൊരു വില തരും. വില തന്നില്ലെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ കിട്ടൂടെ. നമ്മളിപ്പോൾ ഇന്നൊക്കെ സഹായിച്ച ഒരു വ്യക്തി എന്നോട് വന്നൊരു കാര്യം പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ അതിനൊരു റെസ്പെക്റ്റ് കൊടുക്കും. അപ്പം അങ്ങനത്തെ ഒരാളാവുമ്പോൾ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അമ്മയും മകനും തമ്മിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ രമ്യതയിൽ നിങ്ങളുടെ അവിടെ വിളിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോണിൻ്റെ 2 എൻഡിൽ അവരെ നിർത്തിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് വളരെ മാന്യമായിട്ടത് പറഞ്ഞ് തീർക്കാവുന്നതേ ഉള്ളൂ. ഇനി തീർന്നില്ല എന്ന് വെച്ചോ, സോഷ്യൽ മീഡിയയ്ക്ക് ഇത് കൊണ്ടുവരണ്ട കേട്ടോ, രേണു ഇനി അവനെക്കുറിച്ച് സംസാരിക്കരുത്, ഇനി രേണുവിനെയും കുറിച്ച് സംസാരിക്കരുത്, ദാറ്റ്സ് ഇറ്റ്. അപ്പം അതിനുള്ള സൗണ്ട് പോലും ബിഷപ്പിനില്ല. അവിടെയും ബിഷപ്പ് ഓപ്റ്റ് ചെയ്തത് എന്താ? ഇപ്പോഴും ബിഷപ്പ് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ദാസിനെ ഞാൻ വിളിച്ചിട്ടില്ല, എൻ്റെ കയ്യിൽ അവൻ്റെ നമ്പറില്ല. നിങ്ങൾ ആ വ്യക്തിയെ ഒന്ന് സംസാരിക്കാൻ പോലും, അയാൾ എന്തുകൊണ്ട് ആ അവസ്ഥയിൽ എത്തി എന്നുള്ളത് പോലും നിങ്ങൾ അറിയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനോ റെഡി അല്ലാത്ത ഒരാൾ, ഭീഷണിയുടെ സ്വരത്തിൽ മാത്രം ഒരാളെക്കുറിച്ച് സംസാരിക്കുന്നു. അതും ഒരു ബിഷപ്പിൻ്റെ സ്ഥാനത്തിരുന്നു കൊണ്ട്, ഒരു മതത്തിൻ്റെ പുരോഹിത സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു പയ്യൻ്റെ ജീവിതം സൊസൈറ്റിയിലേക്ക് ഇങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. ഇപ്പോൾ യൂട്യൂബറായി ഞാൻ എറിഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എറിഞ്ഞു കൊടുത്തു എന്ന് പറയുമ്പോൾ അത് നാട്ടുകാർ കാണാൻ എന്താ, ഐറ്റങ്ങളൊക്കെ അങ്ങനെ തന്നെ ഒരു ചെയ്യും എന്നേ കാണും. പക്ഷെ ഒരു മതപുരോഹിതനായ താങ്കൾ, ഒരു റെപ്യൂട്ടഡ് പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി ആ രീതിയിലുള്ള ഭീഷണി മുഴക്കുമ്പോൾ, ഒരു പയ്യൻ്റെ ജീവിതം നാളുകളിൽ 100 ആൾ ചോദ്യം ചെയ്യും എന്നുള്ള ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ, അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളാവുമ്പോൾ, അത് മീഡിയ ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു, അതെന്താ അങ്ങനെ ബിഷപ്പേ? അങ്ങനെയാണെങ്കിൽ നാളെ ഒരു മീഡിയ വന്നിട്ട് ബിഷപ്പിനോട് ചോദിക്കുകയാണ്, ബിഷപ്പിൻ്റെ സ്ഥലത്തിൻ്റെ കേസിൻ്റെ വിഷയങ്ങൾ എന്തായിരുന്നു ബിഷപ്പേ? ബിഷപ്പ് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുമോ? അല്ലെങ്കിൽ ബിഷപ്പിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ട് ആരെങ്കിലും വന്ന് ബിഷപ്പിനോട് ചോദിച്ചാൽ ബിഷപ്പ് പറഞ്ഞു കൊടുക്കുമോ? സ്വന്തം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല ബിഷപ്പേ. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒരു പക്വതയും ഒരു മിതത്വവും പാലിക്കണ്ടേ? അല്ലെങ്കിൽ ഒരു വളർന്നു വരുന്നൊരു പയ്യനാണ്, ഓക്കെ, അവൻ്റെ അമ്മ ഈ സിറ്റുവേഷനിൽ സങ്കടം കൊണ്ട് എന്തോ പറഞ്ഞുപോയി, അവനും തിരിച്ചു പറഞ്ഞുപോയി, അവർ തമ്മിലുള്ളത് എന്തോ പോട്ട് എന്ന് പറഞ്ഞ് വിടുന്നതിന് പകരം മീഡിയ ചോദിച്ചു ഞാൻ പറഞ്ഞു. പിന്നെ എനിക്കറിയാവുന്നിടത്തോളം ഇവിടെ ഏത് ചാനൽ, ഏത് മീഡിയ ആണെങ്കിലും വരുന്നതിന് മുമ്പ് നമ്മളോട് ഇങ്ങോട്ട് പറയും, ഞാൻ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത്. അവർ പറയും, അവർക്ക് അതിനുള്ള എത്തിക്സ് ഉണ്ട്. അത് പറയുമ്പോൾ നമ്മൾ വേണത് കട്ട് ചെയ്യാൻ. അയ്യോ വേണ്ട കേട്ടോ, എനിക്കതിൽ താല്പര്യമില്ല, എനിക്കതിൽ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത് പറയുക എന്നുള്ളത് നമ്മുടെ കാര്യമല്ലേ, നമ്മൾക്കത് പറഞ്ഞുകൂടെ? ബിഷപ്പിന് അത് പറയാൻ പാടില്ല. ഇനിയിപ്പോൾ ബിഷപ്പ് അറിയാതെ അവർ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു, ബിഷപ്പിന് പറയാം, അയ്യോ എനിക്ക് താല്പര്യമില്ല കേട്ടോ ആ വിഷയത്തിൽ സംസാരിക്കാൻ, ആ അമ്മയും മകനും തമ്മിലുള്ള വിഷയങ്ങൾ ഞങ്ങൾ അത് പറഞ്ഞു തീർക്കാനുള്ള വഴികൾ നോക്കാം എന്ന് പറഞ്ഞു വിട്ടൂടെ? അതിനുള്ള മെച്യൂരിറ്റി പോലും കാണിക്കാത്ത ഒരാളെ ഞാൻ ബിഷപ്പാണോ എന്ന് ചോദിച്ചു, എന്തായാലും തെറ്റ്? എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. ഈ കേരളത്തിലെ ഒരു വിഭാഗം ബ്ലോഗർമാര് ചേർന്നിരുന്നുകൊണ്ട് എന്റെ വായ അടപ്പിക്കുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കത്തില്ല. എന്റെ മുമ്പിൽ കണ്ട കാര്യങ്ങൾ എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്, ഞാനത് പറയും. എന്റെ വായ അടപ്പിക്കാനാണ്, സത്യത്തെ മറച്ചു വെക്കാനാണ്, കണ്ണടച്ചിട്ട് ഇരുട്ടാക്കാൻ നോക്കുകയാണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. എന്റെ കാര്യം ഞാൻ പറയും, എന്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങൾ ഞാൻ പറയും. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും രാഹുൽ ദാസ് എന്ന കിച്ചുവിന് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും രേണുസുതിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലതും രേണുസുതിയുടെ കുടുംബത്തിനും കൊല്ലം സുതിയുടെ കുടുംബത്തിനും കൃത്യമായിട്ട് അറിയാം. എനിക്കത് പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്. എന്നെ കൊണ്ട് വായിക്കകത്ത് കമ്പിട്ട് കുത്തി പിന്നെയും പ്രതികരിപ്പിക്കുവാൻ, എന്നെ ചാട്ടവാറ് കൊണ്ട് അടിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് എന്റെ പുറകെ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിന് മുൻപിൽ എന്റെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നതോടൊപ്പം തന്നെ എന്നെ ബാധിക്കപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയും, യാതൊരു സംശയമില്ല. ഇത് വീണ്ടും
ഇയാൾ ഞാൻ വിളിച്ചു പറയും എൻ്റെ വായിൽ കമ്പിട്ട് കുത്തി. ഹിസ് ഗെറ്റിംഗ് ഹൈപ്പർ. ഇയാൾ ഭയങ്കര ഹൈപ്പർ ആവുകയാണ്. അയാൾ ഭയങ്കര കൺട്രോൾ വിട്ടു പോവാണ്. ദയവ് ചെയ്തിട്ട് ഇയാളോട് വിളിച്ച് സംസാരിക്കുന്ന ബാക്കി യൂട്യൂബേഴ്സ് ഫ്രണ്ട്സിനോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളായിട്ട് ഇയാളെ ഈ ഇതിലേക്ക് വലിച്ചിടല്ലേ പ്ലീസ്. പിന്നെ ഇയാൾ ഈ പറഞ്ഞ കിച്ചുവിന് അറിയുന്ന കാര്യങ്ങൾ, രേണുവിന് അറിയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എല്ലാവർക്കും അറിയാം പൊന്നു ബിഷപ്പേ. നമ്മളാരും ഈ കാര്യങ്ങളൊന്നും മിണ്ടാത്തതും സംസാരിക്കാത്തതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ ഇല്ലേന്ന് പോലും അറിയാതെ കിടക്കണം. ഒരാൾ ലൈഫ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു പയ്യനാണ്, അവന് ഇനി ലൈഫ് മുന്നോട്ട് പോകണം. ഓക്കെ, തെറ്റുകൾ പറ്റിയിരിക്കാം. എല്ലാ മതങ്ങളും ദൈവങ്ങളും പഠിപ്പിക്കുന്നത് എന്താ? തെറ്റ് പറ്റാം. ഈ പറഞ്ഞ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ആൾ, നിങ്ങൾ ഫോളോ ചെയ്യുന്ന വ്യക്തി, വേശ്യയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരു വേറെ എന്താ പറയുക സെക്കൻഡ് ചാൻസ്, ഒരു ഓപ്ഷൻ കൊടുത്ത് പ്രായശ്ചിത്തത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരാളല്ലേ. അപ്പം അങ്ങനെ മനുഷ്യന് ജീവിതത്തിലേക്ക് തിരിച്ച് വരാനും ചെയ്ത പാപങ്ങളിൽ നിന്ന് മാറാനും ഒക്കെ ഒരു ഓപ്ഷൻ കൊടുക്കുന്ന ഒരു എന്താ പറയുക മതത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ വന്നിരുന്നു വീണ്ടും ഭീഷണിയുടെ സ്വരം മുഴക്കുകയാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ കാണിക്കും. തെരുവ് ഗുണ്ടാ ലെവൽ, സ്ട്രീറ്റ് ഗുണ്ടാ ലെവലിലാണ് ഇയാൾ ഈ സംസാരം. അങ്ങനെയുള്ളൊരു വ്യക്തിയോട് ഐ ഹാവ് സീറോ റെസ്പെക്ട് മാൻ, സീറോ. മനസ്സിലായോ? നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ച് പ്രൊവോക്ക് ചെയ്ത് അതിൽ നിന്ന് 10 കണ്ടൻറ്റ് ഉണ്ടാക്കാൻ നടക്കുന്നവരോ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അതിലൊന്നും പോയി ചാടിക്കൊടുക്കാതിരിക്കും. നിങ്ങളോടുള്ളൊരു എന്താ പറയുക റെസ്പെക്റ്റ് ഇല്ല, പക്ഷെ നിങ്ങളെ ആസ് എ മനുഷ്യൻ നിങ്ങൾ ഉപയോഗിക്കപ്പെടുന്നല്ലോ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് സ്വയം എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് പോയി നിൽക്കുന്ന ഒരു അവസ്ഥ കാണുമ്പോണ്ടല്ലോ, പത്തറ്റിക്. അത്രേ ബിഷപ്പിനോട് പറയാനുള്ളൂ. ഇനി ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഇനി നിങ്ങൾ ആരെങ്കിലും വിളിക്കും, എന്നിട്ട് എന്താ സംഭവിക്കുക അറിയോ? നിങ്ങൾ ആ വീട്ടിൽ നടന്ന എല്ലാ കാര്യവും വിളിച്ച് പറയും. ദയവ് ചെയ്ത് ചെയ്യാതിരിക്കും പ്ലീസ്, ഇറ്റ്സ് എ റിക്വസ്റ്റ്. മിണ്ടാതിരിക്കുക. എന്തിനാണ് വെറുതെ രേണുവിനെ നിങ്ങൾ സഹായിക്കുന്നത്? നല്ല കാര്യം. രേണുവിനെ അല്ല, നിങ്ങൾ ആരെ വേണേൽ സഹായിച്ചോ, നല്ല കാര്യം, സഹായിക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്തിനാണ് ഈ ഭീഷണിയുടെ സ്വരം മുഴക്കുന്നത്? ഭീഷണി മുഴക്കേണ്ടടുത്ത് മുഴക്കണം, ഭീഷണിപ്പെടുത്തേണ്ടവരെ പെടുത്തിക്കോ. പക്ഷെ ഒരു ബിഷപ്പായിട്ട് ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കിച്ചുവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. ഓക്കെ, എനിക്ക് അത്രേ ഉള്ളൂ. ആ കിച്ചുവിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ബിഷപ്പാന്ന് വിചാരിച്ചിട്ട് വായടപ്പിക്കാൻ നോക്കണം. ബിഷപ്പാണെന്നുണ്ടെങ്കിൽ ബിഷപ്പിനെ പോലെ ബിഹേവ് ചെയ്യണം, അല്ല സ്ട്രീറ്റ് ഗുണ്ടകളെ പോലെ ബിഹേവ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഡോണ്ട് ഗെറ്റ് ഹൈപ്പർ. എന്തിനാ ഹൈപ്പർ ആവുന്നേ? പിന്നെ മതസ്പർദ്ധ. എന്ത് മതസ്പർദ്ധ? ഞാൻ യേശുവിനെ വല്ലതും പറഞ്ഞ? യേശു ഇറങ്ങി ബിഷപ്പിനെ അടി തരുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഐശ്വര്യ ഇതിലൊന്നും മതസ്പർദ്ധ ഉള്ളത്? എന്നാൽ കേസെടുക്ക്. ബിഷപ്പ് കൊണ്ടുപോയിട്ട് ഒരു വെള്ള പേപ്പറിൽ എഴുതി കേസെടുക്കാൻ പറ. സീക്രട്ട് ഏജൻറ്റ്
സായി കൃഷ്ണനെതിരെ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള കമൻസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് എടുക്കാൻ പറ. ഞാൻ തിരിച്ചൊരു കേസ് ഞാനും കൊടുക്കാം. എന്ത്? സൈബർ കൊട്ടേഷൻ ഏറ്റെടുത്ത് പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ 10-23 വയസ്സുള്ളൊരു പയ്യനെ പച്ചയ്ക്ക് ഭീഷണിപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഒരു കേസ്, അതിൻ്റെ പ്രൂഫും കൊണ്ടുപോയി കൊടുക്കാം. ഓക്കെ, ഇവിടെ ഭീഷണിപ്പെടുത്തിയുള്ള ഗുണ്ടായിസമാണോ വലുത്, അത് പറഞ്ഞവനെതിരെ സംസാരിച്ചതാണോ വിഷയം? ബിഷപ്പിന് ഒന്നില്ലെങ്കിൽ ആരോ സ്ക്രൂ അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബിഷപ്പിന് ഈ പറഞ്ഞ പോലെ 4 ക്യാമറയും 2 മറ്റേ മൈക്കും കാണുമ്പോൾ എന്തും വിളിച്ച് പറയാന്നുള്ള ആ മറ്റേ സാധനം ഏത്? ഞാൻ ബിഷപ്പാണ്, മനസ്സിലായില്ലേ? ഞാൻ ബിഷപ്പാണ് ആയിരിക്കാം, ഒരു കുഴപ്പമില്ല. ഈ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ സാധനം പിടിച്ചു വാങ്ങേണ്ടതല്ല. അത് ബിഷപ്പ് കുറേ കാര്യങ്ങൾ എന്താ അറിയോ, രസമാണ് ഇവരുടെയൊക്കെ, പക്ഷെ ഇവരെ പോലെ നമ്മളാവരുതല്ലോ, അതുകൊണ്ടാണ്. അതുപോട്ടെ, എന്താണെങ്കിലും ഞാൻ എഗെയിൻ പറയുന്നു, ബിഷപ്പാണെങ്കിൽ അതിൻ്റെ റെസ്പെക്റ്റ് ഒരു സാധനമുണ്ട്. ബിഷപ്പ് എന്ന് പറഞ്ഞൊരു പൊസിഷൻ, ആ പൊസിഷൻ നല്ല രീതിയിൽ ഉപയോഗിക്കുക. അതായത് ഒരു കുടുംബത്തിനകത്ത് പ്രശ്നം നടക്കുമ്പോൾ ഭീഷണിയുടെ സ്വരം ഉന്നയിച്ച് വരാതെ 2 പേരിൽ തമ്മിലുള്ള പ്രശ്നം ആ രീതിയിൽ തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അതൊന്നും നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. മീഡിയ വരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല. രേണുവിനെ കുറിച്ചോ അല്ലെങ്കിൽ രേണുവിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചോ അതിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് പോകും. പിന്നെ ബിഷപ്പിന് പൊളിയും. ഏത്? ബിഷപ്പിന് നന്നായിട്ട് പൊളിയും. കാരണം രേണു രോഗാവസ്ഥയിൽ നിന്ന് റിക്കവറായിട്ട് വരുന്ന സമയത്ത് ഒരു മിഷണറി ആയിട്ട് ഈ രോഗാവസ്ഥയിൽ ഇങ്ങനെയാണ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷ രേണുവിനെ രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞ് 4 ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് നടക്കാം എന്ന് പറഞ്ഞിട്ടൊക്കെ രേണു പറഞ്ഞു എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം സർവൈവൽ എങ്ങനെയാണെന്നുള്ളത്, ഇവിടുത്തെ മെഡിസിൻ, മരുന്ന്, ഇവിടുത്തെ ടെക്നോളജി, ഇവിടുത്തെ ഡോക്ടേഴ്സ്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ രക്ഷപ്പെട്ടു, ഓക്കെ, ഒരാളുടെ വിശ്വാസമാണത്. പക്ഷെ അതൊക്കെ പറയാണെന്ന പ്രശ്നം എന്താ വെച്ചെങ്കിൽ കൃപാസനം പോലെയുള്ള സാധനങ്ങൾ വളർന്ന പോലെ പാരലായിട്ട് വേറെ എന്തെങ്കിലും സാധനമൊക്കെ വളരും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അതിനോടൊന്നും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ മതം ദൈവം എന്ന് പറഞ്ഞ സാധനം ഒരു വിഷയമില്ല. അച്ഛൻ കൊണ്ടുപോയിട്ട് മതസ്പർദ്ധയ്ക്ക് കേസ് കൊടുക്കുകയാണെങ്കിൽ കൊണ്ടുപോയി കൊടുക്കുക, ഓക്കെ, ഞാൻ എൻ്റെ വഴിക്ക് ആരും നോക്കിക്കൊണ്ട്. സൈബർ ഗുണ്ട ലെവലിൽ, സൈബർ കൊട്ടേഷൻ ലെവലിൽ ഒരു പയ്യൻ അവൻ ചെയ്ത തെറ്റുകൾ എന്താണെന്നുള്ളത് പൊതുസമൂഹത്തിനോട് വിളിച്ചു പറയും എന്ന് പറഞ്ഞാൽ അവനെ ഭീഷണിപ്പെടുത്തി സൊസൈറ്റീൻ്റെ മുന്നിൽ ഇട്ടുകൊടുത്ത്, എന്നിട്ട് ലാസ്റ്റ് യേശു ഒന്ന് 2 അടി തരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് വലിയ സീനാക്കി, അത് മതസ്പർദ്ധയായി. ഇതിന് വലുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ആരും ചെയ്യും, കേട്ടല്ലോ.